ഹായ് ഓൾ. എടേ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ദേര വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ലോബ്സ്റ്റേഴ്സ് എന്നല്ലേ ഇതിനെ പറയണത്. ഈ കുഞ്ഞു ചെമ്മിനെ പോലത്തെ സാധനം കൊള്ളാം. കുറെയൊക്കെ ചത്ത് മലന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ നാളെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണത്. ഇപ്പൊ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവര് ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ കാണുന്നത് ലൈവ് ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഇങ്ങനെ ഓരോ ടാങ്കുകളിൽ ഇട്ട് വെച്ചേക്കുന്നതാ. അപ്പൊ അതൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ പോയിട്ട് വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇതെന്നാ ഫിഷാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കെട്ടിയോൻ പറഞ്ഞ ഈലാണ്, ഞാൻ പറഞ്ഞ ഈലല്ലെന്ന്. അതുകൊണ്ടടി ഈ ക്രാബിന്റെ സൈസ് നോക്കിയേ, എന്റെ കൈയിനെക്കാളും വലിപ്പുണ്ട്. ആനക്കാട്ടി ക്രാബ്. ഈ ഞണ്ടിനെ കണ്ടതിനിപ്പോ എനിക്ക് എന്നെ തോന്നിയെന്ന് അറിയിച്ചാല് ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ നമ്മൾ ഈ ഭയങ്കര ഭീകര ജീവികളായിട്ടുള്ള ചില ഐറ്റംസിനെയൊക്കെ കാണത്തില്ല, അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ചിലങ്ങളെയൊക്കെ കണ്ടതിനപ്പോ ദൈവം ഇതൊക്കെ കഴിക്കുമോ, ഇതൊക്കെ പോയിസണസ് ആണോടെ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള പല സൈസിലുള്ള ലോബ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സാധനത്തിനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എടോ ഇത് ശരിക്കും ആരെങ്കിലും കഴിക്കും, ഇത് ഈ ഞണ്ടിനെയൊക്കെ ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇതെന്തെങ്കിലും ഒരുമാതിരി ഇരിക്കണല്ലേ. ഞാൻ അങ്ങനെ കുറെ നേരം അതിനെ കുറ്റം പറഞ്ഞിട്ട് നടന്നതിനിപ്പോ അതുകൊണ്ടിടെ നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടുള്ള ലോബ്സ്റ്റേഴ്സ് ഇരിക്കണം. അവരെനിക്ക് ഇഷ്ടമായി, പക്ഷെ ഞാൻ വാങ്ങത്തില്ല. കാരണം ആ പൈസ എനിക്ക് ഒതുങ്ങത്തില്ല. നല്ല റേറ്റ് ആയിരിക്കുമല്ലോ, നമ്മൾ റേറ്റ് ഒന്നും ചോദിക്കാൻ നിൽക്കത്തില്ല ഇമാതിരി ഐറ്റത്തിന്റെ. ഇങ്ങനെ എല്ലാത്തിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ സാധനം വാങ്ങാനായിട്ട് നീക്കതിനപ്പോഴാണ് ഈ ഒരു കൊച്ചെറുക്കനെ കാണുന്നത്. അവൻ അങ്ങ് എൻജോയ് ചെയ്യുക തറയിലിരുന്നിട്ട്. ഉള്ളത് പറയാലോ, ഇതേപോലെ വൃത്തിയുള്ള ഒരു മീൻചന്ത അത് ഇതേ കാണത്തുള്ളൂ കേട്ടോ.